This channel does not promote or promotion any illegal activities. All content provided by this channel is meant only for educational. Hi friends, എല്ലാവർക്കും കൂട്ടുകാർക്ക് ഓക്സ്റ്റൻ ഐഡിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗയ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ഉണ്ട്. അതായത് ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, തേപ്പെട്ടി അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി എന്ന് പറയും, ഇംഗ്ലീഷിൽ അയൺ ബോക്സ് എന്ന് പറയും, എല്ലാവർക്കും അറിയാം. എന്നാൽ ജസ്റ്റ് പറഞ്ഞോളൂ. അതൊക്കെ ഇത് വെച്ച് നമ്മൾ ഇന്ന് ചായ ഉണ്ടാക്കാൻ പോകുന്നു. എങ്ങനെ? അതായത് തേപ്പ് ചായ. തേപ്പ് ചായ എന്ന് പറയുമ്പോൾ തേപ്പ് കിട്ടി അങ്ങനത്തെ രീതിയിലല്ല, തേപ്പെട്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ചായ തേപ്പ് ചായ അങ്ങനെ ഉണ്ടാ. അപ്പൊ എന്തായാലും ഇത് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഗ്ലാസ് വെച്ച് നമുക്ക് ചാളപ്പിക്കാൻ പോണ്. അതായത് എല്ലാവരും ഇങ്ങനെ ചാളപ്പിച്ച് കുടിക്കണം എന്നല്ല, ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്ത് നോക്കണമെന്ന് മാത്രം. അപ്പൊ എന്തായാലും ചെയ്യാതെ ഒരു പലക എടുക്കുക, ഇവിടെ വെക്കാം, ഇങ്ങനെ വെച്ച് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു പലകയും കൂടി രണ്ട് പലക എടുത്തിട്ടുണ്ട്. പലക ഇങ്ങനെ വെക്കാം വെയിറ്റിന് വേണ്ടിയിട്ട്. അതായത് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം നിറച്ച രണ്ട് ബോട്ടിലുകൾ വെച്ച് കൊടുക്കുക. അപ്പൊ സൈഡിക്ക് തള്ളി പോകില്ല, കാരണം വെയിറ്റ് വരുമ്പോൾ പോയി. കണ്ടാ ഇപ്പൊ സെറ്റ് ആയിട്ട് കണ്ടാ ഫുൾ സെറ്റ് ആണ്. ഗെയിംസ് അപ്പോൾ തേപ്പ് ചായ ഉണ്ടാക്കണ കാട്ടുമ്പോൾ ഒരു സംഭവം പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങൾ ഗെയിമൊക്കെ കളിക്കണവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രീ ഫയർ അതുപോലെ തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് അങ്ങനെ ഗെയിമൊക്കെ കളിക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓരോ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട്, ടോപ്പ് ചെയ്യാനോ ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഗെയിം കളിച്ച് അതിൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളെ വിൻസോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഗെയിം കളിച്ചിട്ട്, അതായത് 70 മേലെ ഗെയിംസ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ഇത് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഗെയിംസിലൊക്കെ എന്താ പറയുക ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലാഷ് റോയൽ, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ടൂർണമെന്റ് ഒക്കെ കളിച്ച് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫാന്റസി സ്പോർട്സ്, ഫാന്റസി ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡ്രീം 11 പോലെ ബെറ്റ് വെച്ചിട്ട് 20,000 രൂപ വരെ ഡെയിലി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് കളിച്ച് നിങ്ങൾ വിൻസോ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ 40 രൂപ വരെ റെഫറലിന് കിട്ടും. അതപ്പോൾ തന്നെ നിങ്ങൾക്ക് UPI ആയിട്ടോ അതുപോലെ തന്നെ ബാങ്കിലേക്കൊക്കെ ആയിട്ട് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ തേപ്പെട്ടി ഓണാണ്, കണ്ട ലേറ്റ് എത്തിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ചൂടായിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാകാൻ വെക്കാം കേട്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് വെക്കാം, സീനൊന്നുമില്ല. എന്തായാലും ആദ്യം ആവി പോകണ്ട കേട്ടോ, നല്ല ചൂടായിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് വെച്ചു കൊടുക്കാം ഏട്ടാ. വെള്ളം വെച്ചിട്ടുണ്ട്, ക്യാമറ എടുത്ത് കൊണ്ടത് വെച്ചപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇളച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതൊരു ഫൺ എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചായ ഉണ്ടാക്കുന്ന സംഭവമാണെങ്കിലും ഒരു ഫൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. കാരണം കുറേ നാളായിട്ട് ഉള്ളിലുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാലോ ഇതിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ചായ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഗൈസ്, അപ്പോൾ നോക്കിയേ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും സംഭവം തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്ത് എന്നാലും സാധനം തിളച്ച് കണ്ടാ. ഒന്നുകൂടി തിളക്കട്ടെ, അടിപൊളിയായിട്ട് തിളക്കട്ടെ. ഗൈസ്, അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൽ ചായ ഉണ്ടാക്കണത്, അതുകൊണ്ട് തന്നെ പാലെടുത്തിട്ടേക്ക് ചായ അടിപൊളിയായിട്ട് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പാലെടുത്തിട്ട് നമ്മളെ പാൽ ചായക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കാച്ചിയതാണ്ടാ. അപ്പോൾ ഇനി നമ്മളെ തിളപ്പിച്ച ചായ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യാൻ. ക്ലിപ്പ് വെച്ചെടുക്കുക. ക്ലിപ്പ് വെച്ചെടുത്തില്ലെങ്കിൽ കൈയൊക്കെ സൂപ്പറാവും. തിളച്ചിരിക്കുന്ന സാധനം എന്തായാലും ഒഴിച്ചു കൊടുക്കുക. സെറ്റ്, യെസ്, ഒഴിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇളക്കി കൊടുക്കാൻ പഞ്ചസാര എല്ലാവരും സെറ്റ് ആകാൻ വേണ്ടിയിട്ട് കണ്ട് കുടിക്കാം, അത്രേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മളെ ചായ അതായത് തേപ്പ് ചായ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചു നോക്കാം. അതായത് ടേസ്റ്റ് ഒന്നും പറയാനില്ല, സംഭവം എന്തായാലും ചായ കുടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കാനോ അങ്ങനെയൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് നമ്മൾ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കിയെന്നുള്ളൂ. പിന്നെ ഒരു ടിപ്പ് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് നമ്മളെ ഗ്യാസ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഘട്ടത്തിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മളെ എന്തായാലും ചായ കുടിക്കില്ലേ. സെറ്റ്. യെസ്, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതായത് നമ്മൾ തേപ്പ് ചായ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിച്ചതിന്റെ കാരണം താഴെ എന്തായാലും കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്തേക്ക് ഇതിനെ കുറിച്ച്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ പുതിയ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവർക്കും അറിയാം, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.